പ്രൈസ് ലോർഡ്. ഒരു കിളി മുകളിൽ കൂടെ പറന്നു പോകായിരുന്നു. പറന്നു പോയപ്പോൾ അത് വിസർജനം ചെയ്തതിൻ്റെ അകത്ത് ഒരു കുരു ഉണ്ടായിരുന്നു. ആ കുരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പം അതൊരു വലിയ മരമായി തീർന്നു. ആ മരത്തിൻ്റെ അത് ഫലമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ആ മരത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബാക്ടീരിയ വന്നു. ഒരു വേഴം വന്നു. ആ വേഴം കാരണം ആ ഫലത്തിൽ കാട്ടത്തി വന്നു. അപ്പോൾ അതിൻ്റെ താഴെ വീണ് കിടന്ന് കാട്ടത്തികൾ തിന്നാൻ വേണ്ടി മാൻ വന്നു, കിളികൾ വന്നു, അവസാനം കുരങ്ങ് വന്നതിന് ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു വലിയൊരു കാടായിത്തീർന്നു. ഈ കാട് ആമസോൺ കാടാന്ന് പറഞ്ഞ അത്ഭുതപ്പെടല്ലേ. ഞാൻ പണ്ടൊരു ഡോക്യുമെൻ്ററിക്കകത്തൂടെ കേട്ടതാണ്. ആഫ്രിക്കയിലോ ഇവിടെ ഉള്ളതാണ്, പക്ഷേ എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് നോക്കിയിട്ടും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ കാടുണ്ടായെന്ന് ഡോക്യുമെൻ്ററി കാണുന്നു. ഒരു വിജനമായ സ്ഥലമായിരുന്നു. ഒരു കിളിയുടെ ഇതുമൂലം വലിയൊരു കാടായിത്തീർന്നു. ഒരു കിളി ഒരു വിത്ത് കൊണ്ടിട്ടതാണ് അത് ഭയങ്കരം കാടായിത്തീർന്നെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബൈബിൾ വായിക്കുന്നതിന് മുമ്പേയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആലിഫാൻ ദൈവമേ, ടാവൻ ദൈവമേ, ആൽഫാൻ ദൈവമേ, ഒമേഗയായ ദൈവമേ, അതിനുമായ ദൈവമേ, പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട് സേവിപ്പാൻ ദൈവമേ ഞങ്ങൾ അപ്പച്ചൻ്റെ സന്നിധി കടന്നു വന്നു. അല്പസമയം ഞങ്ങൾ ദൈവമേ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ദൈവമേ അടിയനെ ബലപ്പെടുത്തണമേ. പരിശുദ്ധമാവിനാൽ അടിയൻ്റെ ഹൃദയത്തിൽ നിന്ന് തോട്ട്സ് ഇടണമേ. ആർക്കും ദോഷമായി തീരുമാനമാക്കണമേ, എല്ലാവർക്കും നന്മയായി തീരുമാനമാക്കണമേ. കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ അത് പരിവർത്തിക്കാനും ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനും അതിന് പ്രകാരം ജീവിക്കാനാക്കണമേ. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം സഹായിക്കണമേ. യേശു തന്നെ ആമേൻ. ഓക്കെ, ഇന്ന് നമുക്ക് ചില ആഴ്ചകൾക്ക് ശേഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും പ്രയാസമുള്ള വാക്കുകളുണ്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി സമയമെടുത്തു. പിന്നെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം എഴുതി വന്നപ്പം ഇച്ചിരി സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റിയുള്ളതല്ലേ, അപ്പം ഇച്ചിരി കട്ടിയായി പോയെന്ന് തോന്നി. അപ്പം ഞാൻ പിന്നെ ഒരാളുമായിട്ട് ഷെയർ ചെയ്ത് അത് ഒന്ന് എക്സാമ്പിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ആരെയും വേദനിപ്പിക്കാത്ത രീതി പറയാനത്തക്ക രീതി ഞാനിത് അതുകൊണ്ട് ഇച്ചിരി സമയം ദൈവത്തോട് ചോദിച്ചു. പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ചോദിച്ച് ഞാനിത് പറയണോ വേണ്ട, ഏതാ കളയേണ്ടത്, ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ. പക്ഷെ കിട്ടാൻ ഞാൻ നല്ല ശരിക്കും പാടുപെട്ടു. ഓക്കെ, നമുക്കത് ഇനി വായിക്കാം. ഓക്കെ, വയോമേർ എലോഹിം ടഡ്ഷെ ആഹാറെറ്റ്സ് ദശെ എസേവ് മസ്രിയ സാറ എഡ്സ് പെറി ഓസെ പെറി ലെമിനോ ആഷേർ സാറോ ഓ ആൽ ആറെറ്റ്സ് വൈഹി കീം. ഓക്കെ, ആൻഡ് വറ്റോട്സെ ഹാഹാറെറ്റ്സ് ദശെ എസേവ് മസ്രിയ സാറ ലെമിനോഹു ബെ എഡ്സ് ഓസെ പെറി ആഷേർ സെറ വോ ലെമിനോ വയാർ എലോഹിം കീറ്റോ വൈഹി എരവ് വൈഹി ബോക്കേർ യോം ഷലീഷ്. അപ്പം അതിൻ്റെ ഷലീഷ് എന്നുള്ളതാണ് തേർഡ് ഡേ എന്ന് പറയുന്നത്. But God said, let the earth sprout vegetation, seed-bearing plants, fruit tree of every kind on earth, and bearing fruit with seed in it. And it was so. The earth brought forth vegetation, seed-bearing plants of every kind, and a tree of every kind bearing fruit with a seed in it. God saw it was good. And there was evening, and there was morning, third day. ഓക്കെ, അപ്പം നമ്മൾ മലയാളത്തിൽ ഇത് വായിച്ചാൽ
ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലവും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 3-ാം ദിവസം. അപ്പം ഇതിൻ്റെ അകത്തെ നല്ല കട്ടിയായിട്ടുള്ള വാക്കുകൾ, ഞാൻ കഷ്ടപ്പെട്ട വാക്കുകളാണ്. ഏസേവ് എന്ന് പറഞ്ഞ വാക്ക്, ഏസേവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഹെർബ് എന്നുള്ള. അപ്പം ഹെർബ് അത് പിന്നെ വായിക്കുമ്പം ഏറ്റ്സ്പെറി ഫലമുള്ള ട്രീ, അത് ഓസേപ്പറി ഫലം കായ്ക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്, പക്ഷേ ഒന്നല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് എന്തോ ഫലം കായ്ക്കുന്ന ഫ്രൂട്ട് ട്രീ എന്നുള്ള സീഡ് ബെയറിങ് പ്ലാന്റ് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ട്രീ ഓഫ് എവറി കൈൻഡ് ദ ബെയർ സീഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി. പക്ഷേങ്കിൽ ഒത്തിരി ഇത് വായിക്കുമ്പം ഈ ഏസേവ് എന്ന് പറയുന്നത് ഹെർബെന്ന് തോന്നത്തില്ല ഇവിടെ വായിക്കുമ്പോൾ. പക്ഷേ ഇതിന് അങ്ങോട്ട് നമ്മളെ സങ്കീർത്തനങ്ങളിലും പ്രവചനവാക്യത്തിലും വരുമ്പം ഇതിനെ ഹെർബ് എന്നാണ് മീനിങ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് ഹെർബ് അല്ല, ഒരു അടുത്ത ഗ്രോത്തായിട്ടാണ് വരുന്നത്. പ്ലാന്റേഷൻ എന്നുള്ള വെജിറ്റേഷൻ പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പം കുറേ നാളത് എടുക്കാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇച്ചിരി താമസം വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു കേട്ടല്ലോ. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ഇഷ്ടമെന്നല്ല അങ്ങനെ വരുന്നത്. ഒന്ന്, ഇപ്പം നമ്മൾ എല്ലാം ക്രിസ്തുവിനോട് യോജിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. സീഡിനെ ക്രിസ്തുവാണ് സീഡ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുക എന്നുള്ള സീഡ് മീൻ ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റ്. അപ്പം പക്ഷെങ്കിൽ അങ്ങനല്ല യഹൂദന്മാർക്ക്. അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഫണ്ടമെൻ്റ് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലുള്ള കവറിങ്. പിന്നെ ഭൂമിയെ പഠിച്ചപ്പോൾ നമ്മൾ ബേസ്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതകടവും നമ്മൾ ബേസും പഠിച്ചു. ബേസ് ഇനിയുള്ള ആ സ്പ്രൗട്ടിങ്ങും ഗ്രോത്തും അവർ യഹൂദന്മാരുടെ ജീവിതം മൊത്തം അവരുടെ പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. തോറ, പള്ളി, ഇതിനെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം മൊത്തം അവർ വെളിയിലുള്ള കാര്യത്തിനെ പറ്റി ബോർ ചെയ്യുന്നേയില്ല. ഓക്കെ, അപ്പം ഇതാണ് അവരുടെ ജീവിതം. അപ്പം നമുക്കാദ്യം ഒരു പുരോഹിതൻ്റെ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് നോക്കാം. പിന്നെ ഒരു റെഗുലർ യഹൂദൻ്റെയും പിന്നെ നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെയും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടൊരു യഹൂദൻ്റെ വളർച്ച തുടങ്ങുന്നത് അവരെ ജനിച്ചെങ്കിലും അവർക്കൊരു ഇന്നർ സോൾ ഡീപ്പ് എവേക്കനിങ്, നമ്മുടെ ആന്തരിക ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതിനെയാണ് അവർ ഈ വിത്ത് സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിൻ്റെ ഹീബ്രുവിൽ പറഞ്ഞ ടദ്ഷെ എന്ന് പറയുന്നത് അവരുടെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഇതിനെ പറ്റിയാണ് ടദ്ഷെ പറയുന്നത് അവർ ആ ഡീപ്പ് എവേക്കനിങ്ങിനെ പറ്റി, അവർ ആന്തരിക ഒരു ഉണർവിനെ പറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദശയെന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ്, ഏതാണ്ട് 3 വയസ്സ് തൊട്ട് അവർ തോറ പഠിക്കാൻ തുടങ്ങും. ആ തോറ തുടങ്ങി അതൊരു 15 വയസ്സ് വരെ പോകും. മനസ്സിലായി? അപ്പം അടുത്ത വളർച്ച അതിനെ പറ്റിയാണ്, അതിൻ്റെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഹെർബിനെ പറ്റിയുള്ളത്, ഏസേവിനെ പറ്റിയുള്ളത് പറയുന്നത് അവരുടെ അടുത്ത സ്റ്റേജാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാന്തരിക പൈതങ്ങളിൽ ഒരാന്തരിക
ഒരു ഇതുണ്ടാവും, അവരാരാന്നുള്ളത് നോക്കുക. അതാണ്ട് ഒരു ഒന്നിനും രണ്ടിനും വയസ്സിൻ്റെ ഇടയ്ക്ക് അത് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് 3-ാം വയസ്സ് തൊട്ട് അവരെ ഇതിന് വിടും, തോറയ്ക്ക് പഠിപ്പിക്കാൻ വിടും. 3 തൊട്ട് 14-15 വരെ. 14-15 കഴിയുമ്പോൾ അവർ ആണുങ്ങൾക്ക് ബാർ മെറ്റ്സുവ, പെണ്ണുങ്ങൾക്ക് ബാറ്റ് മെറ്റ്സുവ എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് എന്തോ ഒരു അനോയിൻറ്റിങ് ഒരു റിച്വൽ ഇത് കൊടുക്കും. അവർ പഠിച്ചു തീർന്നു എന്നുള്ള തോറ പഠിച്ചു, കേട്ടു, വായിച്ചു, പഠിച്ചു തീർന്നു എന്നുള്ള ഇതോളം. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പം 2 പുരോഹിതന്മാർ വേറെ ഭാഗത്തോട്ടും നോർമൽ റെഗുലർ ആൾക്കാർ വേറെ ഭാഗത്തോട്ടും പോകും. പക്ഷെ 2 പേരും കീപ്പ് ഓൺ തോറ പഠിച്ചുകൊണ്ടിരിക്കും. പുരോഹിതന്മാർ തൽമൂദും അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. റെഗുലർ ആൾക്കാർ അവർ തോറ ഡീപ്പ് റൂട്ടഡായി പഠിച്ചുകൊണ്ടിരിക്കും. അവർ ശരിക്കും പഠിക്കും. ആ ഒരു വളർച്ചയ്ക്ക് പറയുന്നത് എറ്റ്സ് വെറി, ഞാൻ ഫലമുള്ള ട്രീ പഠിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്താണ് അവർ പഠിച്ചിട്ട് ഈ പഠിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാബല്യത്തിലാക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേഷനിൽ ചാരിറ്റി വർക്കുകൾ, അതേപോലെ അവരുടെ ജീവിതത്തിലെ തോറ എങ്ങനെയുള്ളതെന്ന് ഫുൾ ലോസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് അവർ മനസ്സിലായി. അവർ ഇത്രയും നാളും പഠിച്ചതെല്ലാം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് കൈൻഡ്നെസ്സും അതെല്ലാം ചെയ്യാൻ നോക്കും. മനസ്സിലായി, ചെയ്തത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത ജനറേഷനെ മസ്റിയ സാറ എന്ന് പറയുന്നത് അത് അടുത്ത ജനറേഷനിലോട്ട് അത് പകർന്നു കൊടുക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരെ സംബന്ധിച്ച്. എല്ലാ സ്റ്റേജ് ഇമ്പോർട്ടൻ്റാണ്. കാരണം അവർ നോക്കുന്നത് അടുത്ത ലെമീനോ, മസ്രിയ സാറ ലെമീനോ എന്നാണ് പറയുന്നത്. കാരണം ആ വിത്ത് ഉള്ള ആൾക്കാരെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരൊരു വേലി കിട്ടും. ബേസ്ഡ് ഓൺ തോറ വെച്ചുകൊണ്ട് അവരൊരു വേലി കെട്ടും. ഈ വേലി ഫെൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ യെരുശലേം പള്ളി പണിതപ്പോൾ അതിന് ഫെൻസ് കെട്ടണം. ഫെൻസ് കെട്ടി അത് നമ്മൾ പറയുന്നുണ്ട് എന്തോ വേലിയില്ലാത്ത ആളുടെ വീട് എനി ടൈം അറ്റാക്കിന് ഇതാണ്. അപ്പോൾ അവർ വേലി കെട്ടും ബേസ്ഡ് ഓൺ തോറ. എന്തൊക്കെ ചെയ്യാം ആ ഒരു വേലി കിട്ടിയിട്ട് അവർ ആ ഒരു വേലിക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ ഫ്രീഡം അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അത് ഈ വേലി കെട്ടുന്നത് പിൽക്കാലത്ത് വന്നപ്പം പരീശന്മാരും അതൊരു വലിയ ഇതായിട്ടാക്കി മാറ്റി. ഒത്തിരി ഭാരമുള്ള ഒരു നുകമാക്കി മാറ്റി. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പം നമ്മൾ കണ്ടില്ല സ്ത്രീകളുടെ ഫ്രീഡം. യേശുക്രിസ്തു ഞാൻ സ്ത്രീകളെ ഈക്വലായിട്ട് ക്രിയേറ്റ് ചെയ്തു, ബട്ട് യു ഗൈസ് ആർ കമ്മിങ് അപ്പ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് റൂൾസ്. കുറേ റൂൾസ് കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ ഒരു സ്ലേവ് പോലെയുള്ള രീതി ഇതിരിക്കുക. ഇപ്പം ഹില്ലേലും ഷമായി എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുണ്ട്. ഷമായിക്ക് അത് ഡിവോഴ്സ് അവർ സമ്മതിക്കത്തില്ല, ഭയങ്കര പ്രയാസമാണ്. ഒരു സെക്ഷൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാതെ ഡിവോഴ്സ് സമ്മതിക്കത്തില്ല. അതേസമയം ഹില്ലേൽ പറയുന്നത് ഇവൻ ചായ ഉണ്ടാക്കുന്നത് പോലും ശരിയായില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. മനസ്സിലായോ? ആ ഒരു സ്ത്രീയെ സുന്ദരിയായിട്ട് കണ്ടില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം എന്നാണ് ഹില്ലേൽ പഠിപ്പിക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ അത് റോങ് വേയിൽ എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞുതരാം അത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എപ്പോഴും അവൾ തന്നെ ഒരു ബോധമുള്ളവരായിരിക്കണം, എപ്പോഴും ഇതുള്ളതായിരിക്കണം. അത് ഞാൻ പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്പീച്ച് കൊടുത്തായിരുന്നു. സാമർത്ഥ്യമുള്ള സ്ത്രീയെ ആർക്കിട്ടാന്നുള്ള പ്രൊവേഴ്സിൻ്റെ അകത്ത് ഒരു സ്ത്രീയെ ഒരു സോൾജറുമായിട്ടാണ് സ്ത്രീ എന്നുള്ള ആ ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീ എന്നുള്ള ആ ഹീബ്രു പദത്തിൻ്റെ പേരിൽ നിന്നാണ് സോൾജർ വന്നേക്കുന്നത്. മനസ്സിലായി? അപ്പം അത് അന്ന് പഠിച്ചപ്പം ഒരു സ്ത്രീ അവൾ ഏത് സമയത്തും അവളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം. മനസ്സിലായി? ചായ ഉണ്ടാക്കുന്ന സമയത്ത് പോലും ശ്രദ്ധയോടുകൂടിയല്ല, ആ കറക്റ്റ് രീതി അവർ സെൽഫ് അവെയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ബോത്ത് ആണിനും ഉണ്ടായിരിക്കണം
പെണ്ണിനും ഉണ്ടായിരിക്കണം. അപ്പം